ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്നത് റോക്കറ്റ് അടുപ്പാണ്. ഇപ്പം നമ്മുടെ ഗ്യാസൊക്കെ കിട്ടാത്ത അവസ്ഥയാണ്. അപ്പം നമുക്ക് കുറച്ച് വിറക് കൊണ്ട് പാചകം ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് റോക്കറ്റ് അടുപ്പ് എന്നുള്ളത്. അപ്പം നമുക്ക് അതിനാവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ 3 സ്ക്വയർ പീസുകളാണ്. ഇതുപോലത്തെ 3 സ്ക്വയർ പീസ് വെച്ചിട്ടാണ് നമ്മൾ റോക്കറ്റ് അടുപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ റോക്കറ്റ് അടുപ്പിൻ്റെ ബേസ് വന്നത് ഈ വശമാണ്. ഇതിൻ്റെ മുകളിലാണ് ഈ പീസ് വരിക. ഇതിൻ്റെ മുകളിൽ നമുക്ക് കലം വെക്കാനുള്ള പീസാണിത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വഴിയേ വരും. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു കട്ടിങ് കൊടുക്കണം. ഇവിടുത്തെ പീസ് എടുത്ത് കളയണം ഈ ബേസിൻ്റെ. അപ്പോൾ ഇത് വെച്ച് മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ആ പീസ് എടുത്ത് കളയാൻ. അതുപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തത് ഈ ഒരു പീസ് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് വേണം ഈ കലം വെക്കാനുള്ള പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ബിൽഡ് ചെയ്യാണ്. ഈ പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഇത് മാറ്റിയതിന് ശേഷം ഇവിടെ കണ്ടോ, ഈ ഹോളുള്ള ഈ പീസ് നമ്മൾ ഈ ഹോൾ ഇവിടെയാണ് വെക്കേണ്ടത്. ഈ രീതിയിൽ വെച്ച് വെൽഡ് ചെയ്യണം. അപ്പം നമ്മളിവിടെ കട്ട് ചെയ്തല്ലോ, ഈ കട്ട് ചെയ്ത വശത്ത് നമ്മൾ ഇതുപോലെ കമ്പി വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ തീ കത്തണത്. ഈ കത്തി കഴിയുമ്പോൾ ഈ ചാരം കമ്പിയുടെ ഇടയിൽ കൂടെ നമ്മുടെ ഈ ബേസിലേക്ക് വരണം. ഈ ബേസിലേക്ക് വന്നിട്ട് ബേസിൽ നിന്നാണ് നമ്മൾ ചാരം എടുത്ത് മാറ്റേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ കമ്പി വെച്ച് വെൽഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്രില്ലിൽ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കത്തിക്കുമ്പോൾ നമ്മുടെ ചാരം ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ നേരെ ഈ ബേസിലേക്ക് വന്ന് വീഴും. ഇനി നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു പീസാണ്. ഈ പീസ് ഇതിവിടെ ഇങ്ങനെ വെക്കാനുള്ളതാണ്, ഇങ്ങനെ ചെരിഞ്ഞ് വരാനുള്ളതാണ്. ഇതിനകത്തേക്കൂടെയാണ് നമ്മൾ വിറക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ 45 ഡിഗ്രി ഇവിടെ ഡിഗ്രി കട്ട് ചെയ്തിട്ട് വേണം ഇവിടെ പിടിപ്പിക്കാൻ. അപ്പോൾ ഇവിടെ പിടിപ്പിക്കുമ്പോൾ ഇവിടെയും കൂടി നമ്മൾ ആ ഡിഗ്രി എത്രയാണ് കട്ട് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്യാപ്പ് വെച്ച് മാർക്ക് ചെയ്ത് ഇവിടെയും കൂടി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഈ പീസ് അവിടെ വെച്ച് വെൽഡ് ചെയ്യാൻ. അപ്പോൾ ഈ സൈഡ് നമുക്ക് ഡിഗ്രി കട്ട് ചെയ്യാം. ഇതുണ്ടോ, ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ആ പീസ് നമ്മൾ നേരെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ വെൽഡ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ കൊണ്ടു വെക്കണ ഈ പീസ് നേരെ ഇതിങ്ങനെ തിരിച്ചിട്ടിട്ട് ഇവിടെ വെച്ച് മാർക്ക് ചെയ്തെടുക്കണം. ഈ ഒരു അളവിന് ഇവിടുത്തെ പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് കളയണം. ഇപ്പോൾ കാര്യം മനസ്സിലായത്. ഇതുപോലെ ഇങ്ങനെ പീസ് നമ്മുടെ ഈ കട്ട് ചെയ്ത പീസ് ഇവിടെ നമ്മൾ വെച്ച് കൊടുക്കും. അതിന് ശേഷം നമ്മുടെ ഈ 45 കട്ട് ചെയ്തത് നമ്മളിതിങ്ങനെ വെച്ച് വെൽഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ റോക്കറ്റ് അടുപ്പ്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കൂട്ടി വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കൂടെ വിറകിടുന്നു, ഇവിടെ കലം വെക്കുന്നു, നമുക്ക് കത്തിക്കാം.
അപ്പോൾ നമ്മുടെ റോക്കറ്റ് അടുപ്പിൻ്റെ പകുതി പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിൽ നമുക്ക് കലം വെക്കാനുള്ള സാധനം വെക്കാം ആദ്യം. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ കലം വെക്കാനുള്ള ആ ഒരു ഇത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിൽ നമുക്കിങ്ങനെ കയറ്റിയിടാനുള്ളതാണ്. കണ്ടോ, ഇങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ കത്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചാരം ഇതിനകത്തേക്ക് വന്ന് വീഴും. അപ്പോൾ നമുക്കെടുക്കാം, ചാരം പുറത്തുകൊണ്ടേ കളയാം. അതിന് വേണ്ടിയിട്ടുള്ളതാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെഗ്. 4 പീസുണ്ട്. 45 രണ്ട് സൈഡും കട്ട് ചെയ്തേക്കുന്നതാണ്. അത് നമുക്കിവിടെ വെച്ച് അടിക്കാം. നമ്മളിങ്ങനെ ചെറിയൊരു ഡോറ് ഇടുകയാണ്. നമ്മുടെ ഹാൻഡിലും റെഡി ആയിട്ടത്. എവിടെയെങ്കിലും എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് ഇതിൽ തൂക്കി എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ റോക്കറ്റ് അടുപ്പ്. നല്ല രീതിയിൽ കത്തുണ്ട്, നോക്കി. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിറക് മതി നല്ല രീതിയിൽ പാചകം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.